വരുന്നെന്ന് പറഞ്ഞൂല്ല. നിന്റെ വേഷമൊക്കെ ഇങ്ങനെ? എവിടെ മരുമാൻ വന്നില്ലേ? ഇനി മരുമാനം ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകൂല. എന്താ മോളെ നീ പറയണത്? എന്താണ് വഴക്കുണ്ടായി അവിടെ? ഇങ്ങനെ വഴക്കുണ്ടാക്കിട്ട് വരാനേ അവിടെ എന്താ ഉണ്ടായത്? ആകെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കൂടി ആയിട്ടില്ല, അപ്പോഴേക്കും ഇങ്ങനെ വഴക്കുണ്ടാക്കിട്ട് വരികയാണ്. ഭാര്യയും ഭർത്താവൊക്കെ ആയാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകെ ശരിയായിക്കോളും. നീ അതിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചു കൊടുത്തത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട്? എത്ര ചെക്കന്മാർ പെണ്ണ് കാണാൻ വന്നു നിന്നെ? നിനക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഈ കല്യാണം നടത്തിയത്. എന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ? ആർക്ക് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊടുത്തെന്ന്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ കെട്ടിക്കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ കെട്ടിക്കൊടുത്തത്. എനിക്ക് വിശക്കണോ? എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ തരി. എന്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ തിന്നാൻ വേണം എന്ന് പറയണത്? തിന്നേണ്ട കാര്യം മാത്രം തന്നെ എനിക്കറിയുള്ളൂ. ഞാനിവിടെ ആകെ ബേജാറായിട്ട് നിന്റെ ഭാവി കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് തിന്നാൻ വേണം. മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. എന്ത് എന്റെ വീട്ടിലേക്ക് പോവാനാ? അപ്പൊ ഇത് എന്റെ വീടല്ലേ? എന്നെ വേറൊരു വീട്ടിലേക്ക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് എന്റെ വീടാകുവോ? അവിടെയുള്ളവരൊക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത് അത് എന്റെ വീട് പോലെയാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും, ഇങ്ങോട്ട് വാ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാ പിന്നെ കെട്ടിക്കൊടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ അതാണ് നിന്റെ വീട്, ഇനി നീ ഇങ്ങോട്ട് വരണ്ടെന്ന്? എനിക്ക് വിശക്കണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് പോവും. വെള്ളം മോളെ ഒന്ന് മുണ്ടോട്ട് പോവാ. ഡാ നീ അവളുടെ മാമിയല്ലേ, ഒന്ന് പോയി ചോദിക്കടാ അവളുടെ വീട്ടില്. അവളിനി അങ്ങോട്ട് പോണില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരേ ഇരുന്ന് കരയിലാണ്. ആരെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കാണ്ടിരുന്നാലേ അവർക്ക് ഒരു സീരിയസും ഉണ്ടാവില്ല. നീ ഒന്ന് പോയി ചോദിക്കടാ. ഞാൻ പിന്നെ ആരടുത്താ പറയാ? എനിക്ക് ആ ഒരു ആങ്ങളെ നീ തന്നെയല്ലേ ഉള്ളൂ. നീ ഒന്ന് പോയി ചോദിക്കി. ശരി താത്ത. ഞാൻ ഇന്ന് തന്നെ പോവാ. ശരി. എന്നിട്ട് വന്നത് വിവരം പറയാട്ടാ. ആരാണ്? ഇവിടെ ഉള്ളിക്ക് വാ. ആരാണ്? ഞാൻ റസിയാന്റെ മാമയാണ്. താത്ത പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ അതാണ് വന്നത്. എന്താണ് ചോദിച്ചിട്ട് പോകാൻ വന്നതാണ്. ഇവിടത്തെ പ്രശ്നം ചോദിക്കാനും നീയാണ് വലിയ ആള് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണം നിന്നെ. അത് കൊള്ളാലോ. ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ കുറെ നല്ലത് കേട്ടതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അവൾക്ക് ധിക്കാരം കൊണ്ടേ ഇറങ്ങിപ്പോയതാണ്. ഞാൻ പോണ്ടെന്ന് പറഞ്ഞ് തടുത്തൂല്ല. പോണ്ടവര് പോട്ടെ, ആരിപ്പോ പിടിച്ചു നിർത്തണ്? അല്ല, ഇതൊക്കെ ഇപ്പം ഞാൻ നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താണ്? നീ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല. വന്നിരിക്കും. കുടുംബത്തോടെ ഞങ്ങളെ നാട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞാലേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളായാലേ കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ പോണം. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കുടുംബത്തുണ്ടാകുമ്പോഴത്തേനും അങ്ങോട്ട് ഓടിപ്പോവാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചു വിട്ടത്. പോയിട്ടേ വീട്ടിൽ വേറെ വല്ല ആൾക്കാരുണ്ടെങ്കിലേ വരാൻ പറ. ചോദിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളിനെ കണ്ടില്ലേ?
താത്ത താത്ത ആ നീ വന്നാ? നീ അവിടെ പോയാ? അവരെന്താ പറഞ്ഞത്? ആ ഞാൻ പോയി താത്ത. പക്ഷെ അവര് പറഞ്ഞതേ വീട്ടിൽ വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവരിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അവനെ കണ്ട മരുമകനെ? ആ കണ്ടു. പക്ഷെ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഓഫീസിൽ പോയി കണ്ടു. എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞും മാറി, സംസാരിക്കാൻ നിന്നില്ല. തന്നെ അവൻ അങ്ങനെ തന്നെ. അവൻ്റെ ഉമ്മ പറയണത് എന്താണോ അത് തന്നെ അവൻ കേൾക്കുകയുള്ളൂ. അവൾ വന്ന പാടെ അതാ അവിടെ കിടക്കുകയാണ് വിഷമം കൊണ്ട്. അങ്ങനത്തെ ഒരുത്തനായല്ലോ. താത്ത പോയാൽ തന്നെ ശരിയാവുള്ളൂ. താത്തയും വാ. ഞാനും വരാം. നമുക്ക് രണ്ടുപേരും കൂടി പോവാം. അല്ലാണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആടാ, ഇന്നിവിടെ ആരാ വന്നതെന്നറിയോ നിനക്ക്? ആര്? നിന്റെ ഭാര്യന്റെ ഉമ്മാന്റെ ആങ്ങള. അവനങ്ങോട്ട് ചോദിക്കാൻ വിട്ടിരിക്കുക ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓ അവൻ ഇവിടെയും വന്നാ? എന്നെ അവിടെ ഓഫീസിലും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ അപ്പൊ അവൻ നിന്നെ കാണാൻ അവിടെയും വന്നാ? അത് കൊള്ളാലോ. ആ വന്നു. പക്ഷെ ഞാനൊന്നും സംസാരിക്കാൻ നിന്നില്ല. മോൻ കൊടുത്തൂല്ല. വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട്. ആ അത് നന്നായി. നീ പോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരിപ്പെടുത്തി തരാം. ആ ഇത്ര പെട്ടെന്ന് വന്നാ? താത്ത ആ പറയ്, എന്താ വിശേഷം? നിങ്ങളല്ലേ പറഞ്ഞത് വീട്ടിൽ വലിയ ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടിയിട്ട് വരാന്. അതാണ് ഞാൻ താത്താനെ കൂട്ടിയിട്ട് വന്നത്. ചക്ക വലിയൊരു സംസാരിക്കുന്ന കണ്ടില്ലേ? നീ അവിടെ മിണ്ടാണ്ട് നിക്ക്. ആ പറയ് താത്ത, എന്താണ് ഉണ്ടായത്? എന്താണെങ്കിലും പറയ്. ആ അപ്പൊ ഇവിടെ ഉണ്ടായതൊന്നും നിങ്ങളുടെ മകള് നിങ്ങക്ക് പറഞ്ഞു തന്നില്ലേ? ആ പറഞ്ഞു തരില്ല. തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താണല്ലോ. പിന്നെ എങ്ങനെ പറഞ്ഞു തരും? നിങ്ങൾ ഞാനൊക്കെ ഇതൊക്കെ കടന്നു തന്നെ വന്നത്. നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ഇന്നത്തെ കുട്ടികളിൽ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ അവർക്ക് ദേഷ്യം വരും. പെണ്ണു വീട്ടുകാരായ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമ്പോ ചെക്കൻ വീട്ടുകാരായ ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഇത് നോക്കി, നിങ്ങളുടെ മകൾ എങ്ങനെ നന്നായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതുപോലെ തന്നെയാണ് എന്റെ മകൻ നന്നായിരിക്കണമെന്ന് എനിക്കും ആഗ്രഹം. നിങ്ങളുടെ മകളിനെ നിങ്ങൾ പറഞ്ഞു വിട്ടോളെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് നല്ലത് കേട്ടത് വന്നാലും ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടില്ല. വീട്ടിൽ നിന്ന് മുണ്ടാണ്ട് ഇറങ്ങിപ്പോവുക, ആരടുത്തും ഒന്നും ചോദിക്കലും പറയലൊന്നുമില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും ഈ വീട്ടിൽ നടക്കില്ല. പിന്നെ അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ പുറത്തു പോയില്ലേ, അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നിട്ട് എന്താ വെച്ചാൽ വാങ്ങണം. അല്ലാണ്ട് അവളുടെ തോന്നിയ ഇഷ്ടപ്രകാരം അവൾ പുറത്തു പോയിട്ട് വാങ്ങല് അതൊന്നും നടക്കില്ല ഈ വീട്ടില്. പിന്നെ വായി നന്നായി കുറയ്ക്കാൻ പറയും നിങ്ങളുടെ മകളുടെ അടുത്ത്. അല്ലാണ്ട് ജീവിക്കാൻ വന്നവിടെ അവിടെ ഉള്ളവരുടെ അടുത്ത് വായി അടിക്കല്ലേ വേണ്ടത്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ പറഞ്ഞു വിടി, അത്ര തന്നെ. മരുമകനെ സുഖം തന്നെയല്ലേ? എനിക്ക് മനസ്സിലായി നീ മിണ്ടാണ്ടിരിക്കുമ്പോ തന്നെ. ഞാൻ എന്തായാലും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഒരു മിനിറ്റ്. നിങ്ങൾ കല്യാണം കഴിച്ചു വിടുമ്പോഴേ എന്ത് പറഞ്ഞു കൊടുത്തു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി വിട്ടാക്കുമ്പോഴേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടി. എന്നാ ശരി താത്ത, ഞങ്ങൾ ഇറങ്ങട്ടെ. ബാ. ആ നിങ്ങളുടെ മകളിനെ നിങ്ങൾ പറഞ്ഞു വിട്ടോളെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് നല്ലത് കേട്ടത് വന്നാലും ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടില്ല. ഉമ്മ അവിടെ പോയി? മോളെ, നീ ഞാൻ പറയണതേ മുഴുവനൊന്ന് കേക്ക്. നീ ഒരു പെൺകുട്ടിയാണ്. നിനക്കൊരു തുണയില്ലാണ്ടേ നിനക്ക് ജീവിക്കാനാകില്ല. നിന്റെ വാപ്പ മരിച്ചപ്പോഴേ ഞാനത് അനുഭവിച്ചതാണ്. നിന്നെ വളർത്താനും പഠിപ്പിക്കാനും കല്യാണം കഴിച്ചു വിടാനും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതം പറഞ്ഞാൽ അങ്ങനെയാണ്. നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ എല്ലാം ശരിയാവും. അതുവരെ തന്നെ ഉണ്ടാവുള്ളൂ നിന്റെ അമ്മായിയമ്മന്റെ ദേഷ്യവും നിന്റെ ഭർത്താവിന്റെ ദേഷ്യവും ഒക്കെ. അത് കഴിഞ്ഞാൽ മാറിക്കോളും. നീ മനസ്സിലാക്കും ഞാൻ പറയണത്. നീ എന്തായാലും അങ്ങോട്ട് പോ. കല്യാണം കഴിഞ്ഞപ്പോൾ ആ ഒരു വർഷം തന്നെ ആയുള്ളൂ. പോകെ എല്ലാം ശരിയാവും. ഇതിപ്പോ പുതുക്കമായതുകൊണ്ട് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏത് വീട്ടിലിപ്പോൾ പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ജീവിക്കുക തന്നെ. അല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ മനസ്സ്. ഞാനും നിന്റെ മാമയും കൂടി അങ്ങോട്ട് പോയിട്ടേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിന്റെ അമ്മായിയമ്മയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. മരുമാനിയും കണ്ടു. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ അങ്ങോട്ട് പോ.
നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയണതുമ്മ.